അദ്ദേഹത്തെ പറ്റി അടുത്ത കാലം വരെ BJP-ക്കാർ പറഞ്ഞിട്ടുണ്ട് വേറെ ചെറുതാണ്, ഇന്റർനാഷണൽ പൗരം നല്ല പറഞ്ഞത്, വിഷയപൗരം നല്ല വിഷയ വേറെ രണ്ടാഴ്ചയുള്ള വേറെ സംഭവം കൂട്ടിയാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയാണല്ലോ ദൈവം. ഇതിലെ കളത്തിൽ നല്ല ആളുകളായി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയൊക്കെ അവരൊക്കെ ഓടിച്ചിട്ട് തന്നെയായിരുന്നു ഇവർ. KC ഇത്തരം മണ്ട ഉപദേശങ്ങൾ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. KC ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കും. ഏത് സീറ്റ് വന്നാലും ഇവർ മത്സരിക്കും. ഇതെന്താ ഇവർ കോൺഗ്രസ് എന്താ ഇവരെ തറവാട്ട് സ്വത്താ? ഇവരെക്കാട്ടും കഷ്ടപ്പെട്ടിട്ടാണ് മറ്റേ വരൂ. ഇനി അദ്ദേഹത്തിന് അത് അറിയണമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട് എന്നിട്ട് പരസ്യമായി ചോദിക്കുന്നു. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഇലക്ട്രോൾ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ പൊതുജനം കാണിക്കുന്ന മര്യാദയെങ്കിലും കാണിക്കണ്ടേ? യുദ്ധം എന്ന് പറഞ്ഞാൽ നുണകൾ കൂടിയാണ്. നമ്മൾ വസ്തുത പറഞ്ഞത് അടുത്ത ദിവസം ഞാനും ലിയോ ഒക്കെ RSS ആയി പോയി. എന്തൊരു നാടാണിത്. നമുക്ക് വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഇന്നലെ വരെ ശശി തരൂരിനെ പറഞ്ഞത് അകലെ തെറിയും പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ടാൻ പറ്റിയ ഒരു കാര്യം പറയുമ്പോൾ ശശി തരൂരിന് അങ്ങനെ നിങ്ങൾ വലിയ സംഭവമാക്കണം. ഒന്നെങ്കിൽ ശശി തരൂർ വലിയ സംഭവം സമ്മതിക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ചൂടുപിടിച്ച ചർച്ചയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി രാഹുൽ ഗാന്ധി ചോദിച്ചൊരു ചോദ്യം, അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നാണ് കേന്ദ്രത്തോട് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാമായിരുന്നോ എന്നുള്ളൊരു വിഷയം ഉയർന്നു വരികയാണ്. ഇതിനൊപ്പം തന്നെ ശശി തരൂരിൻ്റെ അഭിപ്രായ പ്രകടനവും അദ്ദേഹം ഇപ്പോൾ സംയുക്ത സമിതിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിയതും ഒക്കെ മറുവശത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും നമുക്കിന്ന് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തുടങ്ങാം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ സംശയം ഉന്നയിച്ച ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട്. അതായത് ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ചോദിച്ചുകൂടാ എന്ന് എൻ്റെ മനസ്സും പറയുന്നില്ല. പക്ഷേ അത് ഈ അവസരത്തിലായിരുന്നു എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. എന്താണ് തോന്നുന്നത്? രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം വെച്ചാൽ മൂപ്പര് എമ്പുരാനിലെ മോഹൻലാലാണ്. മൂപ്പര് ഇനി മറ്റേ തുടരിലെ മോഹൻലാലായി മാറേണ്ടിയിരിക്കും. അതാണൊരു വ്യത്യാസം. ഇപ്പം മൂപ്പര് അപ്പൂപ്പനെ അമ്മൂമ്മയും തുടരും എന്ന സിനിമയിലെ മോഹൻലാലായിരുന്നു. എന്ന് വെച്ചാൽ വളരെ ഓർഗാനിക് ആയിട്ടുള്ള, നമ്മൾ ചുറ്റും കാണുന്ന വളരെ ഏർത്ത്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം നെഹ്റു ആണെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ് അങ്ങനെ തന്നെ ആയിരുന്നു. ഇതൊക്കെ തന്നെ ഓക്സ്ഫോർഡ് എഡ്യൂക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് അനുഭവങ്ങളുടെ തരം എസ്പെഷ്യലി ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. നെഹ്റുവിന് പോലും ഞാൻ പറയില്ല, ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അത്ര അയൺ ലേഡി ആയിട്ട് മാറിയത്. ഈ രാജീവ് ഗാന്ധി മൂപ്പരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും എമ്പുരാൻ്റെ മോഹൻലാലാണ്. എവിടുന്നോ വന്ന് അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളിയായി നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്കുള്ള ഒരു സ്വാധീനം രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്വാധീനം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളത്. കാരണം പാർട്ടി ഇപ്പം നാലാമതായി കിടക്കുകയാണല്ലോ. അവിടെ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഈ ചോദ്യങ്ങൾ സത്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വന്നൊരു ഓർഗാനിക് ആയിട്ടുള്ള ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് ഏതോ ഉപദേശകർ പറഞ്ഞു കൊടുത്താണ്. ഈ ഉപദേശകരാര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ചിലരൊക്കെ കേരളത്തിൽ നിന്ന് പോയി രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് വഴിതെറ്റിച്ചു. കേസി ഇമാതിരി കേസി ഒത്തിരി ഓർഗാനിക്കായ മനുഷ്യൻ. കേസിക്ക് എത്ര വന്ന കഴിവുണ്ടെന്ന കാര്യം വേറെ, അത് വേറൊരു ചോദ്യമായിരിക്കും. പക്ഷേ കേസി ഓർഗാനിക്കായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കണ്ണൂർ രാഷ്ട്രീയ സാഹചര്യം CPM-നോട് തല്ലുകൂടിയിട്ട് ഉയർന്നു വരിക. പിന്നെ ആലപ്പുഴ പോലെ അങ്ങേയറ്റം ജാതീയമായി ഡിവൈഡ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിയിൽ വന്ന് ഒരേ സമയം വെള്ളാപ്പള്ളിയുടെയും NSS-ൻ്റെയും വോട്ട് മേടിച്ച് ജയിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. മൂപ്പർക്ക് വേറെ പല കഴിവുകൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഓർഗാനിക് രാഷ്ട്രീയം. KC ഇത്തരം മണ്ട ഉപദേശങ്ങൾ കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. KC ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ സൂക്ഷിക്കും. KC അനാവശ്യമായി സംസാരിച്ച് KC പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? KC-നെ ഇവർ വല്ലവരും കുറ്റം പറയുമ്പോഴും KC ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത ഒരാൾ ഞാനാണ്. കലാകൗമുദിയിൽ ഒരു 10 വർഷം മുമ്പ് ഞാൻ എഴുതിയ ലേഖനമാണ്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, ഇന്നത്തെ കാര്യം ഞാൻ അന്ന് പല കോൺഗ്രസ്സിൽ എന്നെ വിളിച്ചു. രമേശ് ചെന്നിത്തല ആയിരിക്കില്ല, KC ആയിരിക്കും. KC കളം പിടിക്കുന്ന രമേശ് അറിയുന്നുണ്ട്, പക്ഷേ രമേശ് നിസ്സഹായനാണ്. അതാണ് പിന്നെ കണ്ടത്. അന്ന് ഞാനത് ഐഡൻറ്റിഫൈ ചെയ്തത്. പക്ഷേ ആ കളം പിടിക്കൽ കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ടോ ദോഷം ചെയ്തിട്ടുണ്ടോ? അത് വേറെ കാര്യം. അത് തന്നെ രമേശിന് ദോഷം ചെയ്തല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് ദോഷം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രവും വർത്തമാനവും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം ഒട്ടേറെ പരിചയസമ്പന്നർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാക്കൾ പിരിഞ്ഞുപോയി. അതിനൊക്കെ കാരണം KC ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ പാർട്ടിയുടെ സ്വാധീന ശക്തി കുറയാൻ കാരണം KC ആണെന്നൊക്കെ ആരോപണം ഉയർന്നു. അങ്ങനെയല്ല. ഈ ഓൾറെഡി വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്. ആ അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിലേക്കാണ് KC വരുന്നത്. അതുകൊണ്ടാണ് KCക്ക് വരാൻ പറ്റിയത്. അപ്പോൾ അല്ലെങ്കിൽ വയലാർ രവിനെ പോലെയുള്ള നേതാവല്ലേ വരിക. വയലാർ രവി ആരായിരുന്നു? കരുണാകരൻ കഴിഞ്ഞാൽ അടുത്ത വയലാർ രവിയാണ്. കോൺഗ്രസ് പറ്റി ഏറ്റവും വലിയ അബദ്ധം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് ബാബു പോൾ സാർ ഒരിക്കൽ പറഞ്ഞു എന്ന് തോന്നുന്നു. ഈ ആൻ്റണിയുടെ 2ാം ടൈം മുഖ്യമന്ത്രി ആയില്ലേ, ആ സമയത്ത് രവിയായിരുന്നു വരേണ്ടിയിരുന്നത്.
രവി വന്നു കഴിഞ്ഞാൽ എന്താ മാറ്റം? CPM-ൻ്റെ കടാഹങ്ങൾ തകർന്നു പോവുകയായിരുന്നു. കാരണം ഈഴവ കമ്മ്യൂണിറ്റി, തെക്കുള്ള ഈഴവ കമ്മ്യൂണിറ്റി, വയലാർ രവി പന്നി അറിയാവുന്ന ആളാണ് വയലാർ രവി. പിന്നെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ബന്ധമുണ്ട്. അത് കോൺഗ്രസിനെ ഭയങ്കരമായിട്ട് കേരളത്തിൽ മാറ്റിയിരുന്നു. പക്ഷേ ചെയ്തില്ല. പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാതെ ആൻ്റണിയെ പിടിച്ചാക്കി. പിന്നെയാണ് ഉമ്മൻചാണ്ടി വന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിന് മുമ്പ് വയലാർ രവി ആയിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നു, സ്ട്രോങ് ആകുമായിരുന്നു. ഈ ഈഴവ കമ്മ്യൂണിറ്റിനെ അഡ്രസ്സ് ചെയ്യാതെ കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. വയലാർ രവിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ പൈസക്കാർ ഈഴവർ മൊത്തം രവി ഗ്യാങ് ആയിരുന്നു. അവർ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. വർക്കലാണെങ്കിലും ചേർത്തലാണെങ്കിലും പാവപ്പെട്ട ഈഴവരാണ് CPM-ൻ്റെ കൂടെ നിന്ന്. പക്ഷേ ഈ പാവപ്പെട്ട ഈഴവർ കൂടി വരുമായിരുന്നു വയലാർ രവി മുഖ്യമന്ത്രി ആയിരുന്നത്. കാരണം അവർക്ക് ശങ്കറിനോട് അനീതി കാണിച്ചു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. അത് മാറി കിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞ KC-യുടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ KC വന്നിട്ട് സത്യത്തിൽ KC അല്ലേ ഈ പാർട്ടിനെ കുറേ നന്നാക്കിയത്. നിങ്ങൾ നോക്കൂ, ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തിരുവഞ്ചൂർ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാനത് മാറ്റി നിർത്തുന്നു, അതിൽ കൂട്ടണ്ട. ആര്യാടൻ, ഹസൻ, ഇങ്ങനെയുള്ള കുറേ കാലം കഴിഞ്ഞ കുറേ ആ കാലഘട്ടത്തിലെ മികച്ച MiG-21 ആയിരുന്ന ആളുകൾ ഈ F-35-ൻ്റെ കാലഘട്ടത്തിൽ അവരെന്തോന്ന് ചെയ്യാനാണ്? ഏത് സീറ്റ് വന്നാലും ഇവർ മത്സരിക്കും. ഇതെന്താ ഇവർ കോൺഗ്രസ് എന്താ ഇവരെ തറവാട്ട് സ്വത്താ? ഇവരെക്കാട്ടും കഷ്ടപ്പെട്ടിട്ടുണ്ടാകും മറ്റേ വരും. എൻ്റെ കുടുംബം, എൻ്റെ പാപ്പ വലിയപ്പോൾ ഇതിലും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്കത് കിട്ടി, എന്നാലും വാങ്ങിക്കൊടുക്കണ്ടേ? അപ്പോൾ കാലാകാലം സീറ്റ് കിട്ടി അതിൻ്റെ മുകളിൽ ഇരിക്കുക. അപ്പോൾ എന്ത് പുതിയ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുന്നില്ല ഈ പാർട്ടിയിലേക്ക്? ഇപ്പോൾ രമേശ് ചെന്നിത്തല നിങ്ങളെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയാക്കിയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു ഒരു എക്സാമ്പിൾ കൊണ്ടൊന്നും കാര്യമില്ല. അതൊരു പൊതു സ്വഭാവം. CPM-ൻ്റെ സ്വഭാവം എന്താ? നിങ്ങൾ ലോക്സഭാ ഇലക്ഷനാണ് അവർ സ്ഥാനാർത്ഥികളെ പുതിയവർ കൊണ്ടുവരിക. അല്ലെങ്കിൽ ലോക്സഭയിൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുള്ളല്ലോ. അപ്പം പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് പരീക്ഷിക്കും. അപ്പോൾ യുവാക്കളെന്ന് സിന്ധു ജോയി, ഇങ്ങനെയുള്ള പുതിയ ആളുകൾ, അല്ലെങ്കിൽ MLA-മാരായിട്ടാണ് നമ്മുടെ മേയർ, അല്ലെങ്കിൽ ജിനേഷ് കുമാർ, ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരികയാണ്. രാജേഷ് SFI കഴിഞ്ഞാൽ നേരെ അവർ അടുത്ത MLA ആണ്. ഇപ്പം ഞങ്ങളെ MLA ഉണ്ടല്ലോ, ബാലുശ്ശേരി MLA, ആര്യയുടെ ഭർത്താവ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് അത് കാണുമ്പോൾ കൂടുതൽ പിള്ളേർ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കും. അതൊരു ഘടകമാണ്. ഇത് തന്നെ ഈ അമ്മാവന്മാർ തന്നെ എന്നിട്ട് ഇവന്മാർ ഗ്രൂപ്പ് കളിച്ച് തോൽപ്പിക്കും, കഷ്ടപ്പെടാൻ കുറേ പയ്യന്മാർ. എന്നിട്ട് ഇവരെ വീടിൻ്റെ മുന്നിൽ കൂടെ UDF-ന് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോലം കത്തി പടക്കം പൊട്ടിച്ച് DYFI കയറി പോകും. ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി ഇല്ലാതെ. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇതൊന്നും കൊണ്ട് കാര്യമായിട്ടില്ല. പക്ഷേ കുറേ പുതിയ ഫേസുകളെ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് കൊണ്ടുവരാൻ വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ മാറ്റമൊന്നുമല്ല. ഇവിടെ വേറെ ആർക്കും പറ്റിയിരുന്നു. പക്ഷേ ഈ പുതിയ മുഖങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ആൾക്കാർ സ്ഥാനമേൽക്കുമ്പോഴൊക്കെ അതൊക്കെ KC-യുടെ അടുപ്പക്കാരായിരുന്നു. അതിപ്പോൾ കോൺഗ്രസ്സിൽ അങ്ങനെ അടുപ്പക്കാരല്ലാത്ത, ലീഡറിൻ്റെ അടുപ്പക്കാരല്ലാത്ത ആരെയും ലീഡർ ഉള്ളത് ഇപ്പം പോട്ടെ CPM. പിണറായി സഖാവിനോട് എതിർപ്പുള്ള എത്ര ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പം പ്രതിവേട്ടൻ ഇപ്പം ഫയർ സെക്രട്ടറി ആയിട്ടുണ്ട്. പണ്ടത്തെ പ്രതിവേട്ടനല്ല, ഇപ്പം VS ഇല്ല. പ്രതിവേട്ടൻ VS-ൻ്റെ ആളെന്ന് പൊതുവെ കോഴിക്കോട് അറിയപ്പെട്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം VS ഇല്ല. മാത്രമല്ല പ്രതിവേട്ടനൊന്നും അങ്ങനെ ഗ്രൂപ്പിൻ്റെ ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ അങ്ങനെ മുദ്രവത്തപ്പെട്ട ആളാണ്. അപ്പം പിണറായി സഖാവുമായിട്ട് ഈ പറയുന്ന എതിർപ്പുള്ള എത്ര ആളുകൾ ആ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥി അങ്ങനത്തെ സ്ഥലത്തെത്തിയിട്ടുണ്ട്? ഇല്ല, പറ്റില്ല. എല്ലാ പാർട്ടിയിലും അങ്ങനെ തന്നെ. ഇപ്പം മോഡി അമിത്ഷാ ദ്വയവുമായിട്ട് ഒത്തുപോകാത്ത എത്ര ആളുകൾക്ക് അവിടെ എത്താൻ പറ്റും? ഇനി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയായിട്ട് എതിർപ്പുള്ള എത്ര ആൾക്ക് കോൺഗ്രസ് കയറാൻ പറ്റും? അത് ഇന്ത്യൻ രാഷ്ട്രീയം, ലോക രാഷ്ട്രീയം, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പേഴ്സണൽ സാധനങ്ങൾക്ക് ഒരു സ്പേസ്, ആ ഒരു കീ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹവുമായി, അല്ലെങ്കിൽ ആരാണെങ്കിലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ നേതാവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ വളർന്നു കയറും. അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ റിഫ്ലെക്സ്, അതായത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാനുള്ള റിഫ്ലെക്സ്, ഇതൊക്കെ വളരെ സുപ്രധാനമാണ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസ് ലാക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നരസിംഹറാവുവിനോട് അവർ അനീതി കാണിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം പ്രണബ് മുഖർജിയോട് അവർ അനീതി കാണിച്ചു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആ സമയം തൊട്ട് തുടങ്ങി അവരുടെ ആ ഒരു അധപ്പതനം. അങ്ങനെയല്ല, നമ്മൾ അതൊരു ഘടകമാണ്. അധപ്പതനം അവിടെ ഒന്നല്ല തുടങ്ങുന്നത്. അധപ്പതനം വെച്ചാൽ മുസ്ലിങ്ങൾ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും മുസ്ലിങ്ങൾ പറ്റിച്ചോട് കൂടിയിട്ടാണ്. അല്ല, ഇന്ദിരാഗാന്ധി തോൽക്കാൻ കാരണം മുസ്ലിങ്ങൾ ഈ തുർക്കുമാൻ ഗേറ്റ് സംഭവങ്ങളൊക്കെ ഇവിടെ തിരിച്ചു വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇത് പറഞ്ഞതിന് വയലാർ രവി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഈ ആന്റണി, വയലാർ രവിൻ്റെ ചെലവിലാണ് ആന്റണി കയറിപ്പോയത് മൊത്തം. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഞങ്ങൾ മൂപ്പരെ അറിയുന്ന ആളുകൾ വെച്ച് അത് പറഞ്ഞു തരും. വയലാർ രവി ഒരു സംഭവമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധിൻ്റെ സമയത്ത് ഈ ഷബാനു കേസിൻ്റെ കാര്യത്തിൽ കിഷൻഗഞ്ചിൽ നടന്ന ഇലക്ഷനിൽ മുസ്ലിങ്ങൾ ഉത്തരേന്ത്യയിൽ സൈഡ് മാറി. ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ മുസ്ലിം വോട്ടും ഈ ബ്രാഹ്മൺ വോട്ടും ദളിത് വോട്ടും വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു. ആരത്? ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൻ്റെത്. അത് മുസ്ലിം വോട്ട് മാറിയതോടെ അവർ പതുക്കെ BJP കൺസോളിഡേറ്റ് ചെയ്ത് അവർ ഉയർന്നു വന്നു. മുസ്ലിങ്ങളാണ് സത്യത്തിൽ ഇവിടെ BJP-നെ വളർത്തിയത്, കോൺഗ്രസ് വിരോധം കൊണ്ട്. അടുത്ത കാലഘട്ടം വരെ മോഡീനെ എതിർക്കുന്നതിനെക്കാട്ടും ശക്തമായിട്ടാണ് ഇവിടെയുള്ള CPM ആണെങ്കിലും ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് അറിഞ്ഞില്ല കോൺഗ്രസ് എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റി. ഇപ്പോൾ അവസാനം ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും
ഇപ്പം പറയല്ലോ, ഇപ്പം കോൺഗ്രസ് രാഹുൽ ഗാന്ധിയാണല്ലോ ദൈവം. ഇതിലെ കളത്തിനുള്ള ആളുകളായി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധിയൊക്കെ അവരൊക്കെ ഓടിച്ചിട്ട് തന്നെയായിരുന്നു ഇവർ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ കരുത്തനായി മാറും എന്നാണോ കരുതുന്നത് വരുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ? അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത് ഞാൻ അതാ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരായിരുന്നുള്ള വലിയ ചോദ്യമാണ്. ഞാൻ കേട്ടത് ഒന്ന്, ജെ.എൻ.യുവിലൊക്കെ എൻ്റെയൊക്കെ സീനിയറായിരുന്ന ഒരു ഐസയുടെ ധനഞ്ജയ് എന്നൊരു പേര് ഞാൻ മറന്നു, ഒരു പയ്യനുണ്ടായിരുന്നു. അവനോട് ജെ.എൻ.യു SU പ്രസിഡൻ്റൊക്കെ അവൻ പിന്നെ ജെ.എൻ.യു വിട്ടതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനായി മാറി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം രാഹുൽ ഗാന്ധിയുടെ അത് വിശ്വസിക്കാനും ഒരു കാരണമുണ്ട്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ. രാഹുൽ ഗാന്ധി ഇപ്പം പറയുന്ന പല കാര്യങ്ങളും പണ്ട് ധനഞ്ജയൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ, പേരേ പോകുന്നത് ധനഞ്ജയാണോ മറ്റേ പേരേ പോകുന്നത്, ചാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാലം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി, പാവങ്ങൾക്ക് എന്ത് കിട്ടി? രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നരേന്ദ്രമോദിയുടെ ഫസ്റ്റ് ഗവൺമെൻറ്റുള്ള സമയത്ത്. ഇതിൻ്റെ പ്രശ്നം എന്താ കിടക്കുന്നത്? ഈ പറഞ്ഞ ബീഹാർ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് അവനത് പറ്റും, പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇത് പറയാൻ പറ്റുമോ? കാരണം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി 50 വർഷം ഇന്ത്യ ഭരിച്ചാരാ? മൂപ്പര വല്യാപ്പ, മൂപ്പര വല്യമ്മ, മൂപ്പര വാപ്പ, മൂപ്പര ഉമ്മ ഡയറക്റ്റ്ലി. അപ്പം എങ്ങനെ ശരിയാവും? മൂപ്പർക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദിക്കുക, എനിക്ക് ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മൂപ്പര് ഞാൻ പറഞ്ഞു ഈ ഷീഫ നെടുമ്പള്ളിയെ പോലെയാണ്, ഓർഗാനിക്കായ ക്യാരക്ടറല്ല. ഇപ്പോൾ ബെൻസിനെ പോലെ അല്ല. ഇത് വേറെ ആരോ പറഞ്ഞു കൊടുക്കുന്നു, മൂപ്പരത് പറയുന്ന രീതിയില്ല. അതുപോലെ ഞാൻ കേട്ടത്, അത് നിങ്ങൾ വെരിഫൈ ചെയ്യാം, ഈ നമ്മൾ നോട്ട് നിരോധനം വന്നില്ലേ, മൂപ്പര് ATM കാർഡിന് പിന്നെ മെഷീൻ്റെ അടുത്ത് പോയി ക്യൂ നിന്ന് അവിടെ പിന്നെ പോയ സമയത്ത് ATM കാർഡ് കയ്യിൽ കാർഡോ പൈസ എന്തോ ഉണ്ടായിരുന്നില്ല. ബാങ്കിലാണോ അതോ ATM കാർഡിന് മുന്നേ എനിക്കറിയില്ല. അപ്പോൾ ഇതില്ലാതാണ് അവിടെ പോയിരുന്നത്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടൊരു സുഹൃത്ത് വന്നതാണ്, ശരിയാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഇത്തരം മൂപ്പരെ പ്രസ്താവനകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ, ഇത്തരമുള്ള പ്രസ്താവനകൾ, ഈ പ്രസ്താവന തന്നെ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ മൂപ്പരെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് മൂപ്പര് ബ്രാഹ്മണാണ്, മൂപ്പര് ബ്രാഹ്മണനാകാൻ വേണ്ടി ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്നു. ഇതിങ്ങനെ വലിയ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരായി ഇപ്പം നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, പല ആളുകളും മുമ്പ് കോൺഗ്രസിനെ അതിശക്തമായി വിമർശിച്ചിരുന്ന ആളുകളാണ്. കുറച്ച് നക്സൽ സ്വഭാവമുള്ള, കുറച്ച് ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള ആളുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ തന്നെ ഉപദേശം കൊണ്ടാണ് ഇപ്പം ഇന്ദിരാഗാന്ധിയാണ് ഇങ്ങനെ പ്രസ്താവന നടത്തില്ല. ഇപ്പം ഇന്ദിരാഗാന്ധിനെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇന്ദിരാഗാന്ധിനെ ഈ മൊറാർജി ദേശായി എന്ന് പറഞ്ഞ ഇത്രയും ദ്രോഹിച്ചിട്ടും അവർ അത് കഴിഞ്ഞിട്ട് വിദേശത്ത് പോയി BBC അവരുടെ ഇൻ്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഒരക്ഷരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അവർ പറയുന്നില്ല. കാരണം ഹീസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി. അതാണ് എൻ്റെ ഇപ്പം നമ്മൾ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നപ്പോൾ, ഇപ്പോൾ അത് തീർന്നിട്ടില്ല, ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഓക്കെ. ആ സമയത്ത് പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യം എന്തിന് ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് അത് കോട്ട് ചെയ്യണോ? എന്തിന് ചോദിക്കുന്നു? ഇനി അദ്ദേഹത്തിന് അത് അറിയണമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട്? എന്തിന് പരസ്യമായി ചോദിക്കുന്നു? അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഇലക്ട്രോണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ പൊതുജനം കാണിക്കുന്ന മര്യാദയെങ്കിലും കാണിക്കണ്ടേ? യുദ്ധം എന്ന് പറഞ്ഞാൽ നുണകൾ കൂടിയാണ്, പൊപ്പഗാൻഡ ഭാഗമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് 1-ാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെ ജർമ്മനി പരാജയപ്പെട്ടു. ഹിറ്റ്ലർ വളരെ കൃത്യമായി പറയുന്നു. അതായത് നമ്മൾ പഠിപ്പിച്ചത്, സ്കൂളുകൾ മറ്റും പഠിപ്പിച്ചത്, ബ്രിട്ടീഷുകാർ ഒരു കോമാളികളാണ്, അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈസി ആയിട്ട് അവരെ തോൽപ്പിക്കാം. ഇതിവിടെയും ബാധകമാണ്. ഇവിടെ ചില ആളുകൾ പാകിസ്ഥാൻ കോമാളികളാണെന്ന് വിചാരിച്ച് നടക്കുന്നുണ്ട്. അത് വലിയ അബദ്ധമാണത്. എന്നാൽ ബ്രിട്ടൻ പഠിപ്പിച്ച അങ്ങനെയല്ല, ജർമ്മൻകാർ രാക്ഷസന്മാരാണ്, സൂക്ഷിക്കണം. അതുകൊണ്ട് അവന്മാർ കരുതിയിരുന്നു 8ൻ്റെ പണി കിട്ടി എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഈ യുദ്ധസമയത്ത് പൊപ്പഗാൻഡ വളരെ നമ്മളെ സൈനികരുടെ മുറയിൽ ഉയർത്താനും നമ്മളെ ജനങ്ങൾ രാജ്യത്തോട് കൂടെ നിൽക്കുന്നതിനൊക്കെ തന്നെ ഇത് വലിയൊരു ഘടകമാണ്. ഇത് ചീറ്റിപ്പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ തിരിച്ചടി കിട്ടുമ്പോൾ രാജാവ് അന്നൊരു പാവം ആളായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ യുദ്ധമുന്നണി പോയി. അങ്ങനെ യുദ്ധമുന്നണി പോയാൽ സൈനികർക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാവും. അങ്ങേര് ബാത്റൂമിലിരിക്കേണ്ട ആവശ്യമാണ്. സൈനികർക്ക് എന്തുകൊണ്ട് ആത്മവിശ്വാസം? ഇയാളെ കൂടി പ്രൊട്ടക്ട് ചെയ്യണ്ടേ? മാത്രമല്ല സൈനികർക്ക് ശമ്പളമല്ല, ഭക്ഷണമില്ല. ഇപ്പം ഐസൻസ്റ്റീൻ്റെ പടം ഉണ്ടല്ലോ, വാറ്റിൽഷി പൊട്ടൻകിൻ, അതിലത് പറയുന്നുണ്ട്, നേവിയിലുള്ള ആളുകൾ ഭക്ഷണം കിട്ടുന്നില്ല, ഇറച്ചിയിൽ പുഴുവരിക്കുന്നു. അങ്ങനെ അവർ സമരം ചെയ്യുന്നു, എന്തിന്? സ്വന്തം രാജ്യത്തിനെതിരെ. അപ്പം ഇതെല്ലാം കൂടി കൊണ്ട് ജനങ്ങളുടെ ഈ പറയുന്ന പട്ടാളക്കാരുടെ മുറയിൽ ഉയർന്നു മാത്രമല്ല, രാജാവ് ഉണ്ടായിട്ട് കൂടി തോറ്റു, മുറയിൽ പിന്നെയാണ് ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അതോടുകൂടിയാണ് അവിടെ ആദ്യത്തെ വിപ്ലവം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഒരേപോലെ ഭരിക്കുന്നവരും, അതുകൊണ്ട് മോഡിക്ക് വേണമെങ്കിൽ വാഫണ്ട് പോയി, മോഡി പോയില്ലല്ലോ. മോഡി പോയി കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധ മൊത്തം അങ്ങോട്ട് പോയില്ലേ? അപ്പം ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ഒരേപോലെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ചിലപ്പോൾ കള്ളമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പിന്നെ എന്താണ് വിമാനം വീണിട്ടുണ്ടെങ്കിൽ വീണില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ്റെ അത്
വീണില്ലെങ്കിൽ വീണു എന്ന് പറയേണ്ടി വരും. അത് ജനങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം യുദ്ധത്തിൽ അങ്ങനെയൊന്നും, യുദ്ധത്തിലും പ്രണയത്തിൽ അത്യാവശ്യം കള്ളം പറയാം എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലുള്ള എനിക്ക് ബൈബിൾ പുതിയ നിയമം വെച്ച് ബാക്കി എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഭയങ്കര പ്രശ്നം, ഒരു രക്ഷയില്ല, കള്ളം പറയാനൊരു ഓപ്ഷനും ഇല്ല, ബാക്കി എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കാനുള്ള മിനിമം എന്താണ് ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ നേതാവിനുണ്ട്. അത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോഴും ചോദ്യം ചോദിക്കാനായിട്ടില്ല. അല്ല, ഇപ്പോഴും ഈ നാളെ ഒരു യുദ്ധം ഉണ്ടാകാം, അല്ലെങ്കിൽ യുദ്ധത്തിലെ ഉണ്ടായിട്ടില്ല, യുദ്ധത്തിലേക്ക് പോകാമെന്നുള്ള അവസ്ഥ എപ്പോഴും ഉണ്ട്. അതും മാറട്ടെ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിനിടയിൽ തന്നെ നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്ത കുറേയേറെ കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതായത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP ആണ്. എന്നെല്ലാം രാജ്യം യുദ്ധത്തിലാണോ, അത് ജനസംഘ ആണെങ്കിലും RSS ആണെങ്കിലും BJP ആണെങ്കിലും അവർ പൂർണ്ണമായിട്ടും രാജ്യത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ഇവിടെ വേറെ പല ആളുകളും അങ്ങനെയല്ല, അതും കൂടി മനസ്സിലാക്കണം. അവർ കൂടെ നിന്നിട്ടുണ്ട്. അത് അവർ ഇന്ത്യ അവർക്ക് വേറെ പോകാനില്ല, ഹിന്ദുക്കൾ എന്നുകൊണ്ട് കൊണ്ടായിരിക്കാം, പക്ഷെ അവർ കൂടെ നിന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസും പഠിക്കണം. ഇന്ദിരാഗാന്ധിയാണ് ഈ അബദ്ധം കാണിക്കില്ല, അതാ ഞാൻ പറഞ്ഞു. അതെ, അത് എനിക്കൊന്നും പണ്ട് നമ്മൾ 65-ലും കണ്ടു, 71-ലും കണ്ടു, ചൈന വാറിലും പാകിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലും ഒക്കെ തന്നെ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് അങ്ങ് സൂചിപ്പിച്ച പോയിന്റ്. ചിലരൊക്കെ മറുവശത്ത് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുറത്തുള്ള ഏതവനാണ് അവന് നമ്മൾ വരത്തനാണ്. നിങ്ങൾ എന്തിപ്പം മുസ്ലിങ്ങൾ ഇപ്പോൾ ഗൾഫിൽ പോയെന്ന് വിചാരിച്ചോ, ഇപ്പം നിങ്ങൾ കുറച്ചാൾ ഗൾഫിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ അവർ ഷെയ്ഖുമാർ അവരെ ആളുകളെ കാണുന്ന പോലെയാണ് നമ്മളെ കാണുന്നത്. നമ്മളാളുകൾ അവർ ഹറാമി എന്ന് വിളിക്കും, മുസ്ലിമിനെയും വിളിക്കും, നിങ്ങളെയും വിളിക്കും. അതാണ് അവരുടെ രീതി. ഇപ്പോൾ യൂസഫ് അലി സാറിനെ വിളിക്കണ്ടാവില്ല, അത് മൂപ്പര് അതോ സംഭവമായതുകൊണ്ട്. നിങ്ങളൊരു ഇൻ്റലക്ച്വൽ കോൺഫറൻസിന് പോയി നോക്ക്, അറബ് പ്രദേശത്തുള്ള ആളുകൾ നമ്മൾ ഇസ്ലാമിനെ പറ്റി പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്ന് അവർ അറിയാം ഹീസ് എന്നെ നോൺ അറബ്, അങ്ങനെ ഇവന്മാർക്ക് അത് വ്യാഖ്യാനിക്കാൻ പറ്റും. ശരി, അങ്ങനെയാണ് നിങ്ങളെ മതം കൊണ്ട് അവിടെ ഇരുന്നത്, എന്തിനാ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാക്കിയത്? മനസ്സിലാക്കിയില്ലേ? അതുപോലെ തന്നെ ഇപ്പം ക്രിസ്ത്യൻസ് അമേരിക്കയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ രാജ്യമല്ലേ, പക്ഷെ അവിടെ സംബന്ധിച്ച് നമ്മൾ പോയി ബ്ലഡി ബ്ലാക്ക് തന്നെയാണ്. അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾക്ക് നിങ്ങളായി ജീവിക്കാൻ പറ്റുള്ളൂ. മറ്റൊക്കെ ഒരു എന്താണ് ഉട്ടോപ്പിയാണ്. സ്വർഗ്ഗമുണ്ട് എന്ന് പറയുന്ന പോലെ, നരകം ഉണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ. ഇനി സ്വർഗ്ഗവും നരകവും ചിലപ്പോൾ ഉണ്ടാക്കാം. ഇത് ഞാൻ പറയാം, നിങ്ങൾ ഏതൊരു ഭൂമി പോയാലും, നിങ്ങൾ വേറൊരു പ്രദേശത്ത് പോയാൽ രണ്ടാം തരക്കാരനാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, ഈ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള ഇവിടെയുള്ള ഹിന്ദുക്കളുടെയും BJP-ക്കാരുടെയും മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, ഇവിടെ മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും എല്ലാ രാഷ്ട്രീയക്കാരുടെ. അത് ഇവിടെയുള്ള മറ്റു മതവിശ്വാസികളെ കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പല രാഷ്ട്രീയക്കാരും യുദ്ധം വരുന്ന സമയത്ത് അവരുടെ വല്ലാത്ത അസ്ക്യത നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ BJP അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ തന്നെ രാജ്യത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചൈനയോടാണെങ്കിലും പാകിസ്ഥാൻ. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ ഇവിടെ BJP-നെ പറ്റി നല്ലത് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ വസ്തുത പറഞ്ഞാൽ അടുത്ത ദിവസം ഞാനും ലിയോ ഒക്കെ RSS ആയി പോകും. എന്തൊരു നാടാണിത്, നമുക്ക് വി ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അതെ, അല്ല അതെന്തോ ആയിക്കോട്ടെ, അവരെന്തോ പറഞ്ഞുകൊള്ളട്ടെ എന്ന് മാത്രം പറഞ്ഞു പോകാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഡെസ്പറേറ്റ് ആയി പോയി കാണണം രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഈ തെറ്റായ ഉപദേശകരുടെ ഇത് സ്വാധീനം കൊണ്ടായിരിക്കണം. കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അവിടെ ഇപ്പോൾ മോദിക്ക് അഡ്വാൻറ്റേജ് കിട്ടുമോ, BJP-ക്ക് അഡ്വാൻറ്റേജ് കിട്ടുമോ, ഈ യുദ്ധങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ സർജിക്കൽ സ്ട്രൈക്കിൽ അവർ സ്കോർ ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മുടെ അതിർത്തി ക്രോസ് ചെയ്യാതെ നാട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പല ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവർക്ക് ഇതൊക്കെ ഒരു വലിയ കാര്യമായി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അവതരിപ്പിക്കാനുള്ളൊരു അവസരമുണ്ടാകും. അപ്പോൾ അതിന് അവസരമുണ്ടാക്കരുത് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിട്ട്. രണ്ട് കാര്യം, ഒന്നങ്ങനെ മോഡിക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്നും കരുതുന്നില്ലേ. കാരണം വെച്ചാൽ അത് ജനങ്ങളെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടൊരു യുദ്ധം എല്ലാ സമയത്ത് ഇങ്ങനെ കാർഗിൽ വാജ്പേയി ഉണ്ടാക്കിയ പോലെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് അതുപോലെ തന്നെ മോഡി വന്നതിന് ശേഷം ഇടക്കിടക്ക് അവിടെ ഇവിടെയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ടാകും നോക്കുന്നത്. പിന്നെ എന്താ പറയുക, ഒരു വളരെ ഡെഫിനിറ്റീവായിട്ടുള്ളൊരു സക്സസ് ഒന്നും അല്ല ഇത് ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എന്താണ് സൈനിക മൂവ്മെൻറ്റും അത് ലിമിറ്റഡ് ആയിട്ടുള്ള വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ ഇതൊക്കെ മതിയായിരുന്നു. മോഡി ആകുമ്പോൾ ആളുകൾ അധിനിവേശിച്ച കാശ്മീർ പിടിക്കണം, പാകിസ്ഥാനെ 4 കഷ്ണമാക്കണം, എങ്കിലേ BJP-ക്കാർ പോലും ഹാപ്പി ആവുള്ളൂ. അതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. മാത്രമല്ല അതൊക്കെ ഒരു പരിധിക്കും അപ്പുറത്തേക്ക് നിൽക്കുന്ന അല്ല ഒരു പരിധി വേണോ. നിങ്ങൾ BJP-ക്കാർ സംസാരിച്ച് നോക്ക്, അത് നമുക്കറിയാവുന്ന കാര്യമോ. ഇപ്പം നമ്മളെ കയ്യിൽ അടി വന്ന കമൻറ്റ് നിങ്ങൾ അധിനിവേശിച്ച കാശ്മീർ പിടിക്കാമായിരുന്നു, ബലൂചിസ്ഥാനെ നമ്മൾ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മോഡി ആവുന്നതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധിയാണ് ഇത് തന്നെ ധാരാളമായിരുന്നു, ഗംഭീര സംഭവമായിരുന്നു. പക്ഷേ മോഡി ആകുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കും കുറച്ചുകൂടി കൂടിയ സാധനമാണ്. അപ്പോൾ അധിനിവേശ കാശ്മീർ പിടിക്കാൻ എളുപ്പം നല്ല നമുക്കറിയാം, അത് ഇൻ്റർനാഷണൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് അറിയില്ല. നിങ്ങളിവിടെ പല യൂട്യൂബ് ചാനൽ എടുത്ത് നോക്ക്, ദശക്കണക്കിന് വ്യൂവേഴ്സുള്ള യൂട്യൂബ് ചാനലാണ് അധിനിവേശ കാശ്മീർ ഇനി നമുക്ക് സ്വന്തം എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചുകൊണ്ട് ഇതൊക്കെ കാണുന്ന ആളുകളാണ്. അപ്പോൾ ആ രീതിയിലൊരു ഇലക്ട്രോറലായിട്ടുള്ള വലിയ നേട്ടം BJP ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ യുദ്ധം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ,
ഈ രാഹുൽ ഗാന്ധി ഒരബദ്ധം പറ്റാം, രണ്ടബദ്ധം പറ്റാം, മൂന്നബദ്ധം പറ്റാം. ഇത് അബദ്ധങ്ങളുടെ ഘോഷയാത്ര ഈ ഉപദേശകർ ഉണ്ടാക്കുമ്പോൾ ഉപദേശകർ അദ്ദേഹം സംശയിക്കണ്ടേ? അതെ, അത് അദ്ദേഹം ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അതിൻ്റെ അർത്ഥം ഇപ്പോഴും അദ്ദേഹം ഗ്രൗണ്ടഡ് അല്ല. അദ്ദേഹം ഈ പറയുന്നതിനായി പിന്നെ എന്താണ് എബ്രാം ഖുറേഷിയാണ്. എന്നാൽ എബ്രാം ഖുറേഷിയുടെ ഒരു സെൻസും ഇല്ല. അതല്ലേ കാര്യം. അല്ല, ഇനി നമുക്കിപ്പോൾ ശശി തരൂർ വിഷയത്തിലേക്ക് പോകുമ്പോൾ ശശി തരൂരിനെ സംയുക്ത സമിതിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ. പക്ഷേ അതേസമയം അദ്ദേഹത്തിന് വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും. ആദ്യം ശശി തരൂർ BJP-യേക്കാൾ മികച്ച രീതിയിൽ ഈ സൈനിക നടപടി നടക്കുമ്പോൾ കേന്ദ്രത്തെയും ഇന്ത്യയെയും ഒക്കെ തന്നെ പ്രകീർത്തിച്ചു, ഇന്ത്യയുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഇതൊക്കെയാണ് ഒരു വിഷയം. അപ്പോൾ ഈ സാഹചര്യത്തിൽ ശശി തരൂർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ചർച്ചയും നടക്കുന്നുണ്ട്. ശശി തരൂരിന് ശരിയും തെറ്റുമില്ല. മൂപ്പർക്ക് ഗുണകരമായ കാര്യം മാത്രമാണ് മൂപ്പര് ശരിയും മൂപ്പര് തെറ്റും. അദ്ദേഹത്തിന് സ്വന്തം നേട്ടം അല്ലേ? അത്രയേ ഉള്ളൂ. ലൈൻ ലൈറ്റിൽ നിൽക്കണം, നോക്കിയാൽ മതി. ലൈൻ ലൈറ്റ് വങ്ങുന്ന സമയത്ത് ഒന്ന് എന്നെ ശ്രദ്ധിക്കുന്ന രീതി പിണറായി ഒന്ന് പോയെത്തും, ഒന്ന് മോഡിനെ പോയെത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയെ പറ്റി ഗംഭീരം പറയും. അത്രയേ ഉള്ളൂ. അത്രമാത്രം കണ്ടാൽ മതി. രണ്ടാമത്തെ കാര്യം, ഇത് കോൺഗ്രസിൻ്റെ മണ്ടത്തരമാണ്. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റാണെന്നും ഇപ്പം നിലവിലുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വിശ്വപൗരനാണ് ഇദ്ദേഹം എന്നുള്ള ഫീലൊന്നും എനിക്കില്ല. ഇപ്പോൾ നിലവിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വപൗരൻ ഒന്ന് നരേന്ദ്രമോദി, രണ്ട് ഷാരൂഖ് ഖാനുമാണ്. അത് കഴിഞ്ഞിട്ട് ആരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആരുള്ളൂ. ശശി തരൂരിനെക്കാട്ടും വലിയ വിശ്വപൗരനാണ് മോഹൻലാൽ. കാരണം മലയാളിയുള്ള സ്ഥലത്തെല്ലാം മോഹൻലാൽ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. മോഹൻലാൽ ലോകത്ത് തന്നെ മികച്ച 10 ആക്ടേഴ്സിൽ ഒരാളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സൈഡിലോട്ട് പാവങ്ങളെടുത്ത് വന്നേ, ഇങ്ങോട്ട് കളിക്കണ്ട. അപ്പം വേറെ സച്ചിൻ തെണ്ടുൽക്കർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ മതി. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് പറ്റിയാവും. പക്ഷേ ഇയാൾ UN-ലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഈ പിന്നെ നമ്മുടെ പാർലമെൻറ്റിൽ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ ചീഫായിട്ടുള്ള ആളാണ്. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് റെക്കമെൻഡ് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് എനിക്കൊന്ന് അറിയുകയും ചെയ്യാം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ, ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രാജ്യത്തേക്ക് നോക്കുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ കാര്യം ഒരു ആനച്ചന്തം ഉണ്ടല്ലോ, നമുക്ക് കൊണ്ട് ചിരുത്താൻ പറ്റും. രാഹുൽ ഈശ്വരനെ പോലെ മുടിയും ഒക്കെ ചെയ്യും, ഒരുമായി പിന്നെ ചേമ്പ് പൊങ്ങി വായിലിട്ട പോലെ ഇംഗ്ലീഷും പോകുന്നത്, ഇതൊക്കെ സാഹിബിന് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഇങ്ങനെ കൊണ്ട്. പക്ഷേ വേറൊരു സംഭവം നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ഇന്ത്യക്ക് വേണ്ടി വാദിക്കുകയും അവരുടെ വായടപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. വായടപ്പിക്കുകയെന്ന് വെച്ചാൽ സായിപ്പന്മാർ നമ്മളെ പോലെ തോൽപ്പിക്കാൻ വേണ്ടി ഡിബേറ്റ് ചെയ്യുന്ന ആളുകളല്ല. അവർക്കാണ് തിരിച്ചൊക്കെ പറയുക, ഇഷ്ടമൊക്കെ തിരിച്ചൊക്കെ അടിക്കുക, അതൊന്നുമല്ല. സായിപ്പ് എപ്പോഴും മര്യാദ കീപ്പ് ചെയ്യും. കാരണം അവരൊരു കമാൻഡിങ് പൊസിഷനല്ല. നിങ്ങൾ നോക്കിയില്ല, വലിയ IG ഒക്കെ എപ്പോഴെങ്കിലും സൗണ്ട് ഉയർത്തി സംസാരിക്കുന്ന നിങ്ങളുടെ IG അവിടെ ഇരുന്നാൽ മതി. ഈ താഴത്തുള്ള കോൺസ്റ്റബിളാണ് സൗണ്ട് ഉയർത്തുക. ഇവരുടെ സ്വഭാവമാണ് നമ്മളെ നാട്ടിലെ ഡിബേറ്റിന്. കാരണം ഡിബേറ്റ് എന്ന് ഗുരുദേവൻ പറഞ്ഞ പോലെ അറിയാനും മനസ്സിലാക്കാനുള്ളതാണ്. സാഹിബ് ശശി തരൂരൊക്കെ പറയുന്നത് കേട്ട് ഇത് ചില കാര്യങ്ങളുണ്ട്, വലിയ കാര്യം. സാഹിബ് എപ്പോഴും അങ്ങനെയാണ്. അല്ലാതെ സാഹിബ് ഇങ്ങനെ നമ്മളെ ആളുകളെ പോലെ അങ്ങനെയല്ല ഇങ്ങനെ കണക്ക് നിർത്തി അങ്ങനെ പറയുന്ന സാഹിബ് നിൽക്കില്ല. കാരണം സാഹിബിൻ്റെ കയ്യിലാണ് മൊത്തം കിടക്കുന്നത്. അദ്ദേഹത്തിനാണ്. പക്ഷേ അദ്ദേഹം കൊള്ളാം. സാഹിബിന് ഒരു കാര്യങ്ങളൊക്കെ ജോൺ ബിട്ടാസിനെ പോലെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് അറിയില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ സാഹിബിൻ്റെ ആക്സൻറ്റിൽ നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനൊക്കെ അറിയാം. അപ്പോൾ BJP ഇങ്ങനെ നീക്കം നടത്തുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തണമാണ്. അത് കോൺഗ്രസിന് വെച്ചത് തെറ്റാണ്. അതെ അതെ. BJP-നെ പിന്നെ കോർട്ടിലേക്ക് ഇങ്ങനെ ബോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പ്ലീസ് അടിക്കൂ. അതെ. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെപ്പോലെ ചില ആളുകൾ രാജ്യത്തിന് ഗുണകരമായ എന്തെങ്കിലും കാര്യം BJP ചെയ്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിട്ട് പിന്നെ സംഘി ഇതൊക്കെ ആക്കും. എന്നാണ് കേരളത്തിലെ പൊതുവെ നമ്മൾ കാണുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയാതെ ശരിയാവില്ല. നമ്മളെ നിലപാടെടുക്കുന്ന നിലപാടെന്താ? നമ്മളതൊക്കെ രാജ്യത്ത് ഗുണകരമായ ആരെന്ത് ചെയ്താണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നരേന്ദ്രമോദിയുടെ ആരാണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായിരുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ ഫൈനലി ഒരു കോടതിയുണ്ട്. ആ കോടതി വിധി നിങ്ങൾ അംഗീകരിച്ചെല്ലാം കോടതി വിധിയാണ് ആണല്ലോ. അത് അംഗീകരിച്ച് ഇനി ഗുജറാത്ത് കലാപം ഇപ്പോഴും എംപുരാ സിനിമ ഭയങ്കര അപ്സെറ്റായിരുന്നു. പക്ഷേ ആ കോടതി വിധി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടാവുമോ? നിങ്ങൾ ഞാനും പറയുന്നത് മാത്രം നടന്നാൽ മതിയോ? അല്ലല്ലോ. അപ്പോൾ ഒന്നത്. രണ്ട്, BJP-ൻ്റെ എന്താ ഡബിൾ സ്റ്റാൻഡേർഡാണ്. BJP-ൻ്റെ ഹാൻഡിലുകൾ നിങ്ങൾ നോക്കൂ. ശശി തരൂർ ലോകം കണ്ട ഏറ്റവും മഹത്ത ആൾ. അദ്ദേഹത്തെ പറ്റി അടുത്ത കാലം വരെ BJP-ക്കാർ പറഞ്ഞിട്ട് വേറെ ചെറുതാണ്. ഇൻ്റർനാഷണൽ പൗരൻ നല്ല പറഞ്ഞത്, വിശ്വപൗരൻ നല്ല വേറെ രണ്ടാഴ്ചയുള്ള വേറെ സംഭവം കൂട്ടിയാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിനെതിരെ അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ വലിയ സംഭവം അത് വേണ്ട. നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് എടുക്കുക, ഒരു സ്റ്റാൻഡിൽ നിൽക്കുക. ശശി തരൂരിനെ ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്തോ. ഇന്നലെ വരെ ശശി തരൂരിനെ പറഞ്ഞത് അകലതയും പറഞ്ഞിട്ട് നിങ്ങളെ സപ്പോർട്ടായിട്ട് ഒരു കാര്യം പറയുമ്പോൾ ശശി തരൂരിനെ അങ്ങനെ നിങ്ങൾ വലിയ സംഭവമാക്കണം. ഒന്നെങ്കിൽ ശശി തരൂർ വലിയ സംഭവം സമ്മതിക്കുക, അതല്ലെങ്കിൽ ശശി തരൂർ അത്ര ഒരു ഏവറേജ് നമ്മളൊക്കെ പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അല്ല, ഇപ്പോൾ ശശി തരൂർ ഒരു രാഷ്ട്രീയക്കാരൻ ആയിരുന്നില്ല ആദ്യം.
അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിൻ്റെ ബാനറിൽ അദ്ദേഹം മത്സരിച്ച് തുടർ വിജയങ്ങൾ നേടി വരികയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡിന് വിരുദ്ധമായി പറയാൻ പാടില്ലായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നവരും ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണോ? സത്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശശി തരൂർ ഒറ്റയ്ക്ക് മത്സരിച്ച് എവിടത്തെ സീറ്റ് ഇട്ടു? ശശി തരൂർ ഞാൻ വിശ്വഭാരതാണ് പോസ്റ്റ് അടിച്ചു നോക്ക്. അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ ഓക്കെ ഇപ്പോൾ നമുക്ക് കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായി ഒന്നും പറയാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ പിന്നിട്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കണം എന്നായിരുന്നു, അത് പിന്നിട്ട് നിൽക്കണമെന്നായിരുന്നു. എങ്ങനെ അദ്ദേഹം പറയരുതായിരുന്നു എന്നുള്ളതാണോ? അതല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടിനോടൊപ്പം നിൽക്കേണ്ടിയിരുന്നു. എതിർപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹം അത് കോൺഗ്രസ് വേദിയിൽ പറയണമായിരുന്നു. മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധി അദ്ദേഹം സ്വകാര്യം വിളിച്ച് പോയി കാണിക്കുന്ന അപകടമാണ് എന്ന് പറയാമായിരുന്നു. ഇനി അതുമല്ലെങ്കിലും അദ്ദേഹത്തിന് അത്ര വോക്കലല്ലാതെ രാജ്യത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞങ്ങ് നിന്നാൽ മതിയായിരുന്നു. എന്നിട്ട് അത് പ്രവൃത്തി കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്നുള്ള ഏറ്റവും വലിയ കമ്മിറ്റി ഇരിക്കുന്ന ആളാണ്. അവിടെ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ നിലപാടിനെതിരെ അദ്ദേഹം സംസാരിക്കുന്ന മര്യാദയുടെ. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, അത് അഡ്വാനി പണ്ട് എവിടെ പോയിട്ട് പാകിസ്ഥാനിൽ പോയിട്ട് ജിന്ന ഭയങ്കര മതനിരപേക്ഷവാദി എന്ന് പറഞ്ഞ BJP-ക്കാർ സഹിച്ചു. അതേ കാര്യം BJP-ക്കാർ കോൺഗ്രസിൻ്റെ കാര്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് മാത്രമല്ല, അവർക്ക് അവരുടെ പാർട്ടി സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സംവിധാനത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു ചോദ്യം വരുന്നത്, അങ്ങനെ വരുമ്പോൾ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. ആ നിലപാട് സ്വീകരിച്ച സ്ഥിതിക്ക് ശശി തരൂർ അവർക്കൊപ്പം നിൽക്കണമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ രാജിവെച്ച് പോകണം, വർക്കിംഗ് കമ്മിറ്റി രാജിവെക്കണം, കോൺഗ്രസ് രാജിവെക്കണം, MP സ്ഥാനം എനിക്ക് ഇതൊക്കെ പുല്ലാണ് എന്ന് വന്ന് രാജിവെച്ച് വന്നിട്ട് പറയണം. ഇതായിരുന്നു മര്യാദ, അതായിരുന്നു പൊളിറ്റിക്കൽ മര്യാദ എന്നാണ്, രാഷ്ട്രീയ മര്യാദ. അതെ. ഓക്കെ, ഈ ശശി തരൂർ ഒറ്റയ്ക്ക് ഇവിടെ 10,000 വോട്ട് ഇട്ടു ഇല്ലല്ലോ. ഇവിടെ ഇദ്ദേഹം ജയിക്കുന്നത് എങ്ങനെയാണ്? ഈ തീരദേശ പ്രദേശത്ത് തെക്കോട്ടുള്ള 2 മണ്ഡലങ്ങളിലെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ഭൂരിപക്ഷം നിൽക്കുന്നത്. അതേ BJP-ആണ് ലീഡ് ചെയ്യുന്നത്. ഈ സിറ്റിയിലാണെങ്കിൽ ബാക്കി വോട്ട് സിറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ ശശി തരൂരിനല്ല വോട്ട് ചെയ്യുന്നത്, കോൺഗ്രസിനാണ്. മനസ്സിലായേ? അല്ലേ ശശി തരൂർ ഇവിടെ ഒറ്റയ്ക്ക് ആരെയും സപ്പോർട്ടില്ല ഒന്ന് മത്സരിക്കട്ടെ. അംബേദ്കർ ജയിച്ചിട്ടില്ലേ പിന്നല്ലേ? അപ്പോൾ ബേസിക്കലി കോൺഗ്രസ് എടുത്ത സ്റ്റാൻഡാണ് തെറ്റിപ്പോയത്. കോൺഗ്രസ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കണം. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺഗ്രസിനെ ആരൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല സംശയമുണ്ട്. രാജ്യത്തിൻ്റെ പുറത്തുള്ള ആരൊക്കെ കോൺഗ്രസിൻ്റെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഉപയോഗിക്കുന്നു എനിക്ക് നല്ല സംശയമുണ്ട്. ഓക്കെ, അറിയാതെ കോൺഗ്രസ് അത് അറിയുന്നില്ല. ഇപ്പോൾ നേരത്തെ കുറച്ച് നാൾ മുൻപൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്യുന്നില്ല, കോൺഗ്രസ് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യില്ല. ഈ രാജ്യസാധത്തിലേക്ക് നയിച്ച അവസാനം കോൺഗ്രസിന് മാത്രമാണ് അതിൽ പ്രധാന പങ്കുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം പല സമയങ്ങളിൽ തിരിഞ്ഞിട്ടുണ്ട്. ലീഗ് തിരിഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷക്കാർ തിരിഞ്ഞിട്ടുണ്ട്. സംഘം പിന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ല, അവർ പങ്കെടുത്ത് ഗുരുജിയൊക്കെ വ്യക്തിപരമായ രീതിയിൽ സംഘത്തിന് ഉണ്ടാകുന്നതിന് മുമ്പേ, സംഘം ഉണ്ടായതിനു ശേഷം കുറച്ചെല്ലാം പങ്കെടുത്തു എന്നല്ലാതെ. പിന്നെ മദൻ മോഹൻ മാളവ്യനെ പോലുള്ള ആളുകൾ ഹിന്ദുത്വവാദികളും കോൺഗ്രസ്സുകാരുമായിരുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രസ്ഥാന നിധി ആദ്യം തൊട്ട് അവസാനം വരെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിരുന്നു, സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അവർ തന്നെയാണ്. അതിലൊരു സംശയവും. അതെ. പക്ഷെ പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, പിന്നെയാണ് INA ഉണ്ടാക്കി പോകുന്നത്. അപ്പം കോൺഗ്രസ് രാജ്യത്ത് ഒറ്റ കൊടുക്കുന്നു എന്നുള്ളൊരു ഫീലേ എനിക്കില്ല. പക്ഷേ കോൺഗ്രസിന് ഇന്നത്തെ ഹാപ്ലെസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനിൽ ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ കൂടുതൽ ഒരു സ്പേസ് കിട്ടുന്ന രീതിയിൽ, പിന്നെ ലോകത്ത് ഫണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റിക്സ്, ഏത് രാഷ്ട്രീയ പാർട്ടി. അങ്ങനെയുള്ള ഈ ഫണ്ടേഴ്സിൻ്റെയൊക്കെ ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ ഉള്ള പ്രസ്താവനകൾ അറിയാതെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. മോഡി നമ്മുടെ ശത്രുവായിരിക്കാം, പക്ഷേ ഇന്ത്യ നമ്മുടെ ശത്രുവല്ല. ഇന്ത്യയെ സംരക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ മോഡിനെ എതിർക്കാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഒരു വിഷയം അതൊരു അപകടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അമേരിക്കയിൽ നിന്നൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു, ഇന്ത്യയിലെ ഇലക്ഷൻ സ്വാധീനിക്കാൻ വേണ്ടി അവർ ഫണ്ട് ഉപയോഗിച്ചു. അതിൽ കോൺഗ്രസ് അവരുടെ ഒരു കാര്യം മനസ്സിലാക്കണേ. ആദ്യം കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയൊക്കെ ശക്തമായ സമയത്ത് ഇതേ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ, സ്പോൺസേഴ്സ്, ഇന്ദിരാഗാന്ധിക്കെതിരെ മറ്റെല്ലാം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ തെളിഞ്ഞവളത്ത് നിൽക്കണ്ട. പക്ഷേ അങ്ങനെ സ്പോൺസർ ചെയ്ത ആളുകൾ ഈ ഇടതുപക്ഷക്കാർ വെച്ച് ആരും രാജ്യത്തിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന നിലപാട് യുദ്ധസമയത്ത് എടുത്തിട്ടില്ല. അന്നപ്പോൾ സമാധാനത്തിനെതിരെ എന്നൊന്നും അല്ല, സമാധാനമാണ് വേണ്ടതെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ്സുകാരോ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയയിൽ ഇപ്പം രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടമാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല ഇംഗ്ലീഷ് ആണല്ലോ അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ സമിതിയിൽ ഉൾപ്പെടുത്താൻ വരുന്ന കേട്ടോ, അല്ല ഇംഗ്ലീഷൊക്കെ ആണല്ലോ. അപ്പം പക്ഷേ പോയി പറയുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ പേടിയായിരിക്കും, അതായിരിക്കും ഉൾപ്പെടുത്താത്തത്. പിന്നെ മാത്രമല്ല, അപ്പം ഈ ഇന്റർനാഷണലി കിട്ടുന്ന ഈ എക്സ്പോഷർ ഉണ്ടല്ലോ, അതിന് അപ്പം ചില ആളുകളൊക്കെ ചാനൽ ചർച്ചയിൽ പോയിട്ട് എന്താണ് ഒരു ചാനൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ലാത്ത ഒരേ ചാനൽ ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് നമുക്ക് എന്ത് പറയാം, നമ്മളെ നിലപാടാണ് അവർ നോക്കുന്നുണ്ട്. വേറെ ചില ചാനലുകൾ അങ്ങനെയല്ല, നമ്മൾ ഇന്നത് പറയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ ലിയോൻ്റെ മുന്നിലും എനിക്കങ്ങനെ ലിയോയിലും ജനത്തിലും നമുക്ക് എന്തും പറയാനുള്ളൊരു ഏഷ്യാനെറ്റ് ജനം ഇപ്പം ലിയോയുടെ ഉള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എങ്ങനെയാണ് മറ്റു ചാനലുകൾ പറയാമല്ലോ. മറ്റു ചാനലുകളുടെ പ്രശ്നം വെച്ചാൽ അവർ നമ്മളതിനൊരു സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് നിലപാടല്ല. ഏഷ്യാനെറ്റ് അതല്ല, നമ്മൾക്ക് പറയാനുള്ള പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെയൊക്കെ ഡിബേറ്റ് ഉണ്ടാവും, ഞാൻ ഒരു ആഴ്ച ഒരു ദിവസം ഒരു ചർച്ച എടുത്ത നിലപാടായിരിക്കില്ല അടുത്ത ചർച്ച എടുക്കുന്നത്. കാരണം അവിടെ വേറെ വസ്തുതകൾ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് വേറെ വിഷയമായിരിക്കും, ചോദ്യം വേറെ ആയിരിക്കും. മനസ്സിലായോ? അല്ല ഒരേ താളത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാറില്ല. അത് ഏഷ്യാനെറ്റിന് മാത്രം പോസിബിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പം പാനൽ ഡിസ്കഷനിൽ അപ്പോൾ അതേപോലെ ഈ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക, രാജ്യത്തിൻ്റെ താല്പര്യമായിരിക്കണം നമ്മൾ മുന്നിൽ നിൽക്കേണ്ടത്. അല്ലാതെ നമുക്ക് നാളെ അവിടുന്ന് അവരുടെ സപ്പോർട്ട് കിട്ടും. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് നമ്മൾ ഇന്ത്യക്കെതിരെ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും പറയണം. ഇന്ത്യക്കെതിരെ എന്നല്ല, നിലവിലുള്ള നരേറ്റീവിനെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അവന്മാരെ ശ്രദ്ധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഗാലറിക്ക് വേണ്ടി കളിക്കരുത്. ഓക്കെ, എന്തായാലും ഈ ഒരു വിഷയം ഇവിടെ ഒന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക്. കാരണം ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒട്ടേറെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ആവശ്യമെങ്കിൽ നമ്മൾ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യും എന്നുള്ളതാണ് എനിക്കിവിടെ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതിനോട് ഒരു പോയിന്റിൽ ഞാൻ വളരെയേറെ യോജിക്കുന്നുണ്ട്. ഒരു യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ, അതീവ സംഘർഷാവസ്ഥ ഉയർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ നമ്മൾ രാജ്യത്തൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് തന്നെയാണ്. അവിടെ കോൺഗ്രസ്സിന് ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ആ പിഴവ് പരിഹരിക്കാതെ വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ശശി തരൂർ തൻ്റെ പാർട്ടി ഒരു പിഴവ് വരുത്തി എങ്കിൽ പോലും ആ പിഴവ് വരുത്തിയ കോൺഗ്രസിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നതിനേക്കാൾ ഉചിതം അദ്ദേഹം ആ പദവികളൊക്കെ തന്നെ രാജിവെച്ചിട്ട് സ്വതന്ത്രമായി നിന്നുകൊണ്ട് പറയേണ്ടതായിരുന്നു. അതായിരുന്നു പൊളിറ്റിക്കലി ശരി എന്നുള്ളതാണ് ഫക്രുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. ഈ ചർച്ച ഇനിയും വരുന്ന നാളുകളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തുടരേണ്ടി വന്നേക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ടോക്ക് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.